അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം 4ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അൽ വഹദത്തുർ റാബിഅ 4ാമത്തെ പാഠം പ്രവാചകത്വവാദികൾ. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം ശരി ഉത്തരത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. പ്രവാചകത്വവാദിയായ തുലൈഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. ഓപ്ഷൻസ് നോക്കൂ. യമാമ, ജസീറ, ബുസാഖ. ശരിയുത്തരം ബുസാഖ. 2. ബറക്കത്തിന് വേണ്ടി കിണറ്റിൽ തുപ്പിയപ്പോൾ അത് ഉപ്പുവെള്ളമായി. ഓപ്ഷൻസ് നോക്കൂ. തുലൈഹ, സജാഹി, മുസൈലിമ. ഈ 3 പേരും പ്രവാചകത്വവാദികളാണ്. ആര് തുപ്പിയപ്പോഴാണ് കിണറ്റിലുള്ള വെള്ളം ഉപ്പുവെള്ളമായത്? ചരിത്രം മുസൈലിമ. 3. മുസൈലിമത്തുൽ കസ്സാബ് നബിയാണെന്ന് വാദിച്ചോ? ഓപ്ഷൻസ് യമാമയിൽ, മദീനയിൽ, ജസീറയിൽ. എവിടെയാണ് മുസൈലിമത്തുൽ കസ്സാബ് നബിയാണെന്ന് വാദിച്ചത്? ചരിത്രം യമാമയിൽ. അടുത്ത പ്രവർത്തനം ചെറുമ്പടി ചേർക്കുക. 1. തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങിയ പ്രവാചകത്വവാദി. 2. സ്വദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ട പ്രവാചകത്വവാദി. 3. വധിക്കപ്പെട്ട പ്രവാചകത്വവാദി. ഇപ്പുറത്ത് നോക്കൂ. എ സജാഹി, ബി മുസൈലിമ, സി തുലൈഹ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. ആരാണ് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങിയ പ്രവാചകത്വവാദി? ചരിത്രം സി തുലൈഹ. ആരാണ് സ്വദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ട പ്രവാചകത്വവാദി? ചരിത്രം എ സജാഹി. ആരാണ് വധിക്കപ്പെട്ട പ്രവാചകത്വവാദി? ചരിത്രം ബി മുസൈലിമ. സി എ ബി. അടുത്ത പേജ് നോക്കൂ, പൂരിപ്പിക്കുക. 1. തുലൈഹത്ത് ബിൻ ഹുവൈലിദിൽ അസദി നിസ്കാരത്തിൽ ഡാഷ് പാടില്ലെന്ന് പ്രഖ്യാപിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് സുജൂദ്. തുലൈഹത്ത് ബിൻ ഹുവൈലിദിൽ അസദി നിസ്കാരത്തിൽ സുജൂദ് പാടില്ലെന്ന് പ്രഖ്യാപിച്ചു. 2. പ്രവാചകയാണെന്ന് വാദിച്ച ഡാഷെ മുസൈലിമത്തുൽ കസ്സാബ് വിവാഹം കഴിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് സജാഹി. പ്രവാചകയാണെന്ന് വാദിച്ച സജാഹിയെ മുസൈലിമത്തുൽ കസ്സാബ് വിവാഹം കഴിച്ചു. 3. മുസൈലിമ ഒരാളുടെ കണ്ണ് തടകിയപ്പോൾ അവൻ ഡാഷ് ആയിത്തീർന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് അന്ധനായി. മുസൈലിമ ഒരാളുടെ കണ്ണ് തടകിയപ്പോൾ അവൻ അന്ധനായിത്തീർന്നു. 4. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ഒരു ഡാഷ് വരാനില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് പുതിയ പ്രവാചകനും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ഒരു പുതിയ പ്രവാചകനും വരാനില്ല. അടുത്ത പേജ് നോക്കൂ, ഉത്തരം കണ്ടെത്താം. 1. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട പ്രവാചകത്വവാദികൾ ആരെല്ലാം? ഉത്തരം തുലൈഹ, സജാഹി, മുസൈലിമത്തുൽ കസ്സാബ് എന്നിവർ. 2. പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനുള്ള കാരണമെന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം തിരുമേനിയുടെ ജീവിതകാലത്തോ അതിനുശേഷമോ ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചാൽ അവൻ വ്യാജനും വഞ്ചകനുമാണ്. അതുകൊണ്ടാണ് പ്രവാചകത്വവാദികളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത്. 3. പ്രവാചകത്വവാദിയായ തുലൈഹയെ പരാജയപ്പെടുത്തി ആര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന വീരസേനാനി. 4. സജാഹി മദീനയിലേക്ക് പുറപ്പെട്ടു. എന്തിന്? ഉത്തരം ഖലീഫയെ നേരിടാൻ. 5. ഈസ അലൈഹിസ്സലാം ഏത് ശരീഅത്ത് പ്രകാരമാണ് ഭരണം നടത്തുക? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പ്രകാരം. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. പ്രവാചകയാണെന്ന് വാദിച്ച സജാഹി. അപ്പൊ നോക്കൂ, സജാഹി എന്ന സ്ത്രീ
ജസീറ എന്ന നാട്ടിൽ പ്രവാചകയാണെന്ന് വാദിച്ചു. അനുയായികളെയുമായി ഖലീഫയെ നേരിടാൻ മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ തടയപ്പെട്ടപ്പോൾ അവൾ സൈന്യസമേതം യമാമയിലേക്ക് നീങ്ങി. യമാമയിലെ വ്യാജ പ്രവാചകനായ മുസൈലിമ അവളെ പേടിച്ച് അവളുമായി സന്ധിയാവുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ ഈ ദാമ്പത്യം 3 ദിവസമേ നീണ്ടുനിന്നുള്ളൂ. അപ്പോഴേക്കും ധീരസേനാനിയായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം വരുന്നതായി അവർ കേട്ടു. അപ്പോൾ അവളുടെ സൈന്യം ചിന്നിച്ചിതറിപ്പോയി. അവൾ ആത്മരക്ഷാർത്ഥം ജസീറയിലേക്ക് തന്നെ മടങ്ങി. ഉപന്യസിക്കുക എന്നതിൽ രണ്ടാമത്തത് പ്രവാചകത്വവാദി തുലൈഹ. ജിന്ന് സേവകനായിരുന്ന തുലൈഹത്ത് ബിൻ ഖുവൈലിദിൽ അസദി ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് നബിയാണെന്ന് വാദിക്കുകയും ചെയ്തു. നിസ്കാരത്തിൽ സുജൂദ് പാടില്ലെന്ന് അവൻ പ്രഖ്യാപിച്ചു. വഞ്ചിതരായ പൊതുജനം അവനെ പിന്തുടർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന വീരസേനാനി ബുസാഖ എന്ന സ്ഥലത്ത് അവന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തി. അവൻ പരിഭ്രാന്തനായി ഷാമിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി. 3. നബിയാണെന്ന് വാദിച്ച മുസൈലിമ. അപ്പൊ നോക്കൂ, മുസൈലിമത്തുൽ കസ്സാബ് എന്ന ചെപ്പടി വിദ്യക്കാരൻ യമാമയിൽ നബിയാണെന്ന് വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെ അനുകരിക്കാൻ അവൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അള്ളാഹു അവനെ വഷളാക്കി. ഒരു കിണറ്റിൽ അവൻ തുപ്പിക്കൊടുത്തു. അത് ഉപ്പുവെള്ളമായി. മറ്റൊരു കിണറ്റിൽ തുപ്പിയപ്പോൾ അത് വറ്റിപ്പോയി. ഒരു കുട്ടിയുടെ തലയിൽ തടകി ആശീർവദിച്ചപ്പോൾ തല കഷണ്ടിയായി. ഒരാളുടെ കണ്ണിനെ തടകിയപ്പോൾ അയാൾ അന്ധനായിത്തീർന്നു. എന്നിട്ടും പക്ഷപാതിത്വവും ദുരാശയും നിമിത്തം അനുയായികൾ അവനെ കൈയൊഴിച്ചില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ശുറഹ്ബീൽ ബിൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും പിന്നീട് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും സൈന്യങ്ങളെ വിട്ടു. അവർ ഒന്നിച്ച് മുസൈലിമയുടെ സൈന്യത്തെ നേരിട്ടു. ഘോരവും സുദീർഘവുമായ സംഘട്ടനങ്ങൾക്ക് ശേഷം മുസൈലിമ വധിക്കപ്പെട്ടു. അതോടെ അവന്റെ സൈന്യം തോറ്റോടി. യമാമയിൽ ഇസ്ലാം നിലവിൽ വന്നു. സമാധാനം കളിയാടി. ഉപന്യസിക്കുക എന്നതിൽ നാലാമത്തത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരുടെ നേതാവും അന്ത്യപ്രവാചകനുമാണ്. തിരുമേനിക്ക് ശേഷം ഇനി ഒരു പുതിയ പ്രവാചകനും വരാനില്ല. ലോകാവസാനം അടുക്കുമ്പോൾ ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരുമെങ്കിലും അദ്ദേഹം പുതിയ പ്രവാചകനല്ല. മാത്രമല്ല, മഹാനവറുകൾ വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പ്രകാരമാണ് വിധിയും ഭരണവും നടത്തുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണെന്നതിന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാഉം തെളിവാണ്. ഖുർആൻ പറയുന്നു, മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അന്തിമനുമാകുന്നു. അള്ളാഹു സകല കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. ഒരു ഇഷ്ടികയുടെ സ്ഥാനം ഒഴിച്ചു നിർത്തി സുന്ദരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഇഷ്ടിക കൊട്ടാരത്തോട് നബിമാരുടെ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിക്കുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅന ലബിനത്തു വഅന ഖാതിമുൻ നബിയ്യീന. ആ ഇഷ്ടിക ഞാനാണ്, ഞാൻ അന്ത്യപ്രവാചകനാണ്. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.